അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിനക്ക് പറ്റിയ പണിയല്ല ലെൻസ്, നീ ഗ്ലാസ് വെച്ചാൽ മതി, വെറുതെ പൈസ കളയണ്ടാന്ന്. ഞാൻ ഇതിപ്പോ ഇങ്ങനെ ചൊറിഞ്ഞു ഉടനെ എന്റെ ലെൻസ് വിട്ട് വന്നു ഗൈസ്. ഒറ്റ കണ്ണി ലെൻസ് ഉണ്ട്, ഒരു കണ്ണി ലെൻസില്ല. ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഒറ്റ കണ്ണിൽ വെച്ച് ഞാനിങ്ങനെ ഇരിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ സാർ ഇങ്ങനെ പഠിപ്പിക്കാൻ നമ്മളൊക്കെ നോക്കുന്നുണ്ട്. നമ്മളൊന്നും അറിയാത്ത രീതിയിൽ ഞാൻ ഫ്ലൈറ്റിൽ കയറിയത് ഗൈസ്, പോത്ത് പോലെ വായുമ്പൊളിച്ച് കിടന്നുറങ്ങി. ഞാൻ എണീറ്റിട്ട് ലിറ്ററലി കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് വെറും ബ്ലർനെസ് ആയിരുന്നു കേട്ടോ, ഒരു മങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ലെൻസ് എന്റെ കണ്ണിലുണ്ട്. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ അഡ്വാൻസ്ഡ് മേരി ക്രിസ്മസ് എവ്രിവൺ. നാളെ ക്രിസ്മസ് ആണ്, അപ്പൊ നാളെ എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. അപ്പൊ ഇന്ന് തന്നെ ഒരു അഡ്വാൻസ്ഡ് വിഷസ് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് നന്നായി പോകുന്നുണ്ടാവും അല്ലെ? നമ്മളും ഇവിടെ വീട്ടില് കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഒക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പം ഹിയർ ഈസ് വിഷിംഗ് യു ഓൾ എ ഫൺ ക്രിസ്മസ്. രണ്ടെണ്ണം വീശിയിട്ട് അടിച്ചിട്ടൊക്കെ കിടക്കൂ. അപ്പൊ ഇന്ന് ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ലെൻസ് അല്ലെങ്കിൽ ഗ്ലാസ്സസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ലെൻസ് യൂസ് ചെയ്തിട്ട് എനിക്ക് വന്ന പല കോമഡി കഥകൾ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പം ലെൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ക്ലോസ് ടു ഒരു 6 years ആയിട്ടോ. ക്ലോസ് ടു 6 years ആയി. അപ്പം ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു യൂസ് ചെയ്ത്. പിന്നെ ഇപ്പം യൂസ് ചെയ്ത് ഞാനൊരു പ്രോ ആയി എന്ന് പറയാം ഗൈസ്. സ്വയം പൊക്കുമെന്ന് വിചാരിക്കരുത്. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ ലെൻസ്. അപ്പം ഇനീഷ്യലി ഞാനൊരു ബിഗിനർ ആയിരുന്ന സമയത്ത് ഞാൻ ലെൻസ് ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു ഗൈസ്. കാരണം എനിക്ക് എന്താ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എനിക്ക് 2 ഉണ്ട കണ്ണുകളാണ്. നിങ്ങൾക്ക് കണ്ടറിയുന്നുണ്ടാവും. അപ്പം ഈ ഉണ്ട കണ്ണുള്ളവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലെൻസ് പെട്ടെന്ന് ഇടാനും പെട്ടെന്ന് ഊരാനും പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത്, കമ്പയർഡ് ടു ഹൂഡഡ് ഐസ് ഉള്ള ആൾക്കാർ. ഓക്കെ, അപ്പം ഇനീഷ്യലി ഞാൻ ലെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കണ്ണിൽ നമ്മൾ മിററിൽ നോക്കിയിട്ടാണല്ലോ വെക്കുക. അപ്പോൾ ഇതിങ്ങനെ കണ്ണിൽ വെക്കുമ്പോൾ മിക്ക സമയം എൻ്റെ അടുത്ത് നിന്ന് ഫസ്റ്റ് ഒരു 2-3 പെയർസ് വീണ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ടൈൽസിൽ പോയിട്ട് അത് എവിടെയെന്ന് ഞാൻ പലതവണ തിരഞ്ഞ് അടിച്ചു വാരി നോക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു അവസ്ഥ ഗൈസ്, അത് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം സംഭവം വന്നിട്ട് അന്ന് ഞാൻ വാങ്ങുന്ന സമയത്ത് അത് 6 months യൂസ് ചെയ്യുന്നത് ലെൻസ് ആയിരുന്നു. അപ്പം അതിന് 1600 rupees അങ്ങനെ എന്തായിരുന്നു. അപ്പം അങ്ങനെ 2-3 പേർ പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിനക്ക് പറ്റിയ പണിയല്ല ലെൻസ്, നീ ഗ്ലാസ് വെച്ചാൽ മതി, വെറുതെ പൈസ കളയണ്ടാന്ന്. പക്ഷെ ഞാൻ അതിലൊന്നും തളർന്നില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ വെച്ച് പ്രോ ആയതാണ്. അപ്പം ഇനീഷ്യലി ഇങ്ങനെ എൻ്റെ അടുത്തുനിന്ന് ലെൻസ് വീണ് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു കോമഡി എന്ന് വെച്ചാൽ ലെൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു ക്ലോസ് ടു 1 year ആയി. ഞാൻ കുറച്ചൊരു അടിപൊളിയെ വെക്കാൻ പഠിച്ചൊരു സമയമായിരുന്നു. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പം 3rd year ഞാൻ സാറിൻ്റെ ലെക്ചറിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സാറ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ എൻ്റെ റൈറ്റ് കണ്ണ് ചൊറിഞ്ഞു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചൊറിയായിരുന്നു. അതിന് എപ്പോഴും എനിക്ക് ചൊറിച്ചിൽ വരുമ്പോൾ ഞാൻ അങ്ങനെ ചൊറിയാറുണ്ട്. എനിക്കൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞ ഉടനെ എൻ്റെ ലെൻസ് വിട്ട് വന്നു ഗൈസ്. അതെങ്ങനെ വിട്ട് വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ചൊറിയാറില്ല, അത് ഇപ്പോഴും ചൊറിയാറുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം എൻ്റെ ലെൻസ് വിട്ട് വന്നു. അപ്പം ലിറ്ററലി അതിൻ്റെ ഇതിൽ വീണു കേട്ടോ, എൻ്റെ പാൻസിൽ വീണു. അതെനിക്ക് കിട്ടി. അപ്പം ഞാനിത് എങ്ങനെ വെക്കുക? ഞാനാണെങ്കിൽ കഷ്ടകാലത്തിന് എൻ്റെ ലെൻസ് ബോക്സും കൊണ്ടുവന്നിട്ടില്ല കോളേജിലേക്ക്. ഞാൻ ജസ്റ്റ് ലെൻസ് ഇട്ടിട്ട് വന്നു എന്നേ ഉള്ളൂ, ബോക്സ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഇതാണെങ്കിൽ എൻ്റെ പാൻസിലും വീണു. ഒറ്റ കണ്ണി ലെൻസ് ഉണ്ട്, ഒരു കണ്ണി ലെൻസില്ല. ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഈ റൈറ്റ് കണ്ണ് ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഒരു ക്ലിയർ പ്രോപ്പർ വിഷൻ ആയിരിക്കില്ല, ഒരു ബ്ലർനെസ് ഉണ്ടാവും. അപ്പം എനിക്കാണെങ്കിൽ ലെഫ്റ്റ് ഐ കറക്റ്റായിട്ട് കാണുന്നുണ്ട്, റൈറ്റ് ഐ ഒരു ബ്ലർനെസ് ഉണ്ടോ. പണ്ടാരടക്കാൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അനദർ 3 hours കൂടെ എനിക്ക് കോളേജിൽ ഇരിക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുക? സാറിൻ്റെ ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അടുത്ത പീരീഡും ഫ്രീ ആയിരുന്നു. അപ്പോൾ ഈ സാർ തന്നെ ആയിരുന്നു 2 periods കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാനാണെങ്കിൽ ഡ്രൈവ് ചെയ്തിട്ട് 2-wheelerലാണ് പോവാറ്. അപ്പോൾ വീട് അടുത്താണ്, അത് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോവും വേണം. കാരണം എൻ്റെ കയ്യിൽ ലെൻസ് ബോക്സോ സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ന്യൂ പെയർ ഓഫ് ലെൻസ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഇരിക്കട്ടോ, ഇതെൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻ്റെ പോക്കറ്റിലിട്ടു. എൻ്റെ കോട്ട് ഉണ്ടായിരുന്നു, കോട്ടിൻ്റെ പോക്കറ്റിലിട്ടു കേട്ടോ. എന്നിട്ട് ഒറ്റ കണ്ണിൽ വെച്ച് ഞാനിങ്ങനെ ഇരിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കണ്ണിന് മാത്രമേ നമുക്ക് വിഷനുള്ളൂ. അപ്പോൾ സാർ ഇങ്ങനെ പഠിപ്പിക്കാൻ നമ്മളെയൊക്കെ നോക്കുന്നുണ്ട്. നമ്മളൊന്നും അറിയാത്ത രീതിയിൽ എന്നൊക്കെയുള്ള രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് എന്താണ്, എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദന വരാൻ തുടങ്ങി. കാരണം ഒരു കണ്ണ് വിഷൻ കറക്റ്റും അല്ല, ഒരു കണ്ണിൽ പ്രോപ്പർ അങ്ങനെയാണല്ലോ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഈ ക്ലാസ് മൊത്തം ഞാൻ ഒറ്റ കണ്ണി ലെൻസ് വെച്ചിരുന്നു ഗൈസ്. ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞില്ല എൻ്റെ കണ്ണിൽ നിന്ന് ലെൻസ് വന്നു എന്ന് കേട്ടോ. എന്നിട്ട് ഞാൻ അവസാനം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ പോയിട്ടാണ് ഞാൻ എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അത് എന്താ പറയുക ഒട്ടിയിട്ട് ഭയങ്കരമായിട്ട്
സ്റ്റിക്കി ആയിട്ട് ചുളുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിനെ വേഗം ലെങ്സ് സൊല്യൂഷനിലൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു. എന്നിട്ട് ഇടാൻ പറ്റുന്നുണ്ടോ നോക്കി. അത് പൊട്ടിയിട്ട് ലെങ്സ് കീറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇടാൻ പറ്റില്ലല്ലോ. പക്ഷെ താങ്ക്ഫുള്ളി അത് കീറിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അതൊരു ന്യൂ പെയർ ഓഫ് ലെങ്സ് ആയിരുന്നു. അപ്പം അതും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ കൊല്ലും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വന്നിട്ട് ഞാൻ ഒരിക്കൽ ഫ്ലൈറ്റിൽ പോണ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫ്രം കൊച്ചി ടു സൗദി റിയാദ് ട്രാവൽ ചെയ്തിട്ടോ. അപ്പോൾ ക്ലാസ് വെക്കേഷനുള്ള സമയത്തായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഗ്ലാസ് ഇട്ടിട്ട് വന്നാൽ മതി, ലെങ്സ് ഇടണ്ടാന്ന്. പക്ഷെ ഞാൻ എന്തോ ഒരു ഇതിൽ അത് കുഴപ്പമില്ല. അമ്മ പറഞ്ഞു, നീ എന്തായാലും ഫ്ലൈറ്റിൽ ഉറങ്ങും, ഗ്ലാസ് ഇട്ടാൽ മതി സേഫ് സൈഡിന്, ഞങ്ങൾ ആരും കൂടിയില്ല, നീ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ അതൊന്നും നെവർ മൈൻഡ് എന്നുള്ളത്, അതൊന്നും കുഴപ്പമില്ല അമ്മ, ഞാൻ ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലെങ്സ് ഇട്ടിട്ട് വന്നു. പണ്ടാരം തലേന്ന് വരെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടയേർഡായിരുന്നു ഞാൻ ഫ്ലൈറ്റിൽ കയറിയതും ഗൈസ് പോത്തുപോലെ വായുമ്പൊളിച്ച് കിടന്നുറങ്ങി. നല്ല ഉറക്കമെന്ന് വെച്ചാൽ ഞാൻ കൊച്ചി ടു റിയാദ് ഒരു 6.5 hours ഉണ്ടായിരുന്നു ഫ്ലൈറ്റ്. അപ്പം അതിൽ ഞാൻ അത്രയും നേരം പോത്ത് പോലെ കിടന്നുറങ്ങി. റിയാദ് എത്താനാവുമ്പോൾ അനൗൺസ്മെൻറ്റ് വരുമ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ ഞാൻ എണീറ്റിട്ട് ലിറ്ററലി കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് വെറും ബ്ലർനെസ് ആയിരുന്നു കേട്ടോ. ഒരുമാതിരി ഒരു മങ്ങിയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ലെങ്സ് എൻ്റെ കണ്ണിലുണ്ട്. അപ്പോഴാണ് ഞാനിതെന്താ കണ്ണ് കാണാത്ത. ഞാനൊന്നിങ്ങനെ കണ്ണൊക്കെ തിരുമ്പിയിട്ട് ഓർക്കുമ്പോഴാണ്, ഞാൻ ലെങ്സ് ഇട്ടിട്ടുണ്ട്, ഞാൻ ലെങ്സ് ഊരിയിട്ടില്ല, ഞാൻ ഉറങ്ങിപ്പോയത് ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കുറേ നേരം ഈ ഒരു ബ്ലർനെസ് തന്നെ, എൻ്റെ ഗ്ലാസ്സും ഉണ്ടായിരുന്നില്ല, ഞാൻ ഗ്ലാസ്സൊക്കെ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ അപ്പോഴേ പറഞ്ഞതായിരുന്നു ഗ്ലാസ് വെക്കാൻ. അപ്പം അതും വെച്ചില്ല. ഫുൾ ബ്ലർനെസ്സാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക, ആരും എൻ്റെ കൂടിയില്ല. എനിക്കിനി എത്തിയിട്ട് വേണം, നമുക്ക് ബാക്കി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ, കണ്ണൊക്കെ വന്ന് തിരുമ്പിയിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് ഒരു 15 to 20 minutes കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിഷം കിട്ടി തുടങ്ങിയിട്ട്. അപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത്. അതായത് ലാൻഡിങ്ങിന് ഒരു 15 minutes ബാക്ക് ഞാൻ എണീറ്റു, അനൗൺസ്മെൻറ്റ് വരുമല്ലോ, അപ്പം ഞാൻ എണീറ്റു. പിന്നെ എനിക്ക് കുറച്ച് ആശ്വാസമായത് കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ കണ്ണൊക്കെ ചോത്തു കേട്ടോ, റെഡ് കളറായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വേഗം വീട്ടിൽ പോയി ഊരി. പിന്നെ ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല. ഇത്രയൊക്കെ കിട്ടിയിട്ട് ഞാൻ പഠിച്ചില്ല കേട്ടോ. അടുത്ത ടൈം ഞാൻ ട്രെയിനിൽ പോകുമ്പോഴേ ഞാൻ ലെങ്സ് വെച്ചിട്ടാണ് പോയത്. ഇതുമാതിരി തന്നെ ഞാൻ കിടന്ന് ഉറങ്ങി ട്രെയിനിൽ. പക്ഷെ അന്ന് എനിക്ക് ഉറങ്ങിയെണീച്ചപ്പോൾ ഫ്ലൈറ്റിൽ ജസ്റ്റ് ഒരു ബ്ലർനെസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഗ്രാജുവലി ശരിയായി. ട്രെയിനിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ ബ്ലർനെസ് മാത്രമല്ല, എൻ്റെ റൈറ്റ് ഐയിൽ ഒരു പൊടി പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എരടൽ ഉണ്ടാവില്ലേ, അതുമാതിരി ത്രൂ ഔട്ട് എരടലായിരുന്നു. ആ കണ്ണ് ഭയങ്കരമായിട്ട് റെഡും ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫുൾ ഉള്ള കാഴ്ച കൂടെ പോവുമെന്ന് ഞാൻ വിചാരിച്ചൊരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്തോ അത് പിന്നെ കുറേ സമയം അറൗണ്ട് ഒരു 1 hour ആയപ്പോൾ അത് റെഡി ആയിട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ പണിക്കൊന്നും മുതിർന്നിട്ടില്ല ഗൈസ്. ആൻഡ് പിന്നെ ഓവർ ടൈം നമ്മൾ എന്താ ഇതിൻ്റെ ഒരു എന്താ പറയുക പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഞാനിപ്പം ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഗ്ലാസ്സാണ് യൂസ് ചെയ്യാറ്, ലെങ്സ് യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് മതിയായി ഗൈസ്. കാരണം പലവരുടെ സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ലെങ്സ് വെച്ച് ഉറങ്ങിയിട്ട് അവർ രാവിലെ എണീറ്റപ്പോൾ കണ്ണിൽ കൂടെ ഫുൾ ചോര വന്നു എന്ന്. അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ താങ്ക്ഫുള്ളി ദൈവം എന്നെ രക്ഷിച്ചു. അങ്ങനെയൊന്നും സീൻ ഉണ്ടായില്ല. പിന്നെ അവർക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോണ്ടി വന്നു ലെങ്സ് റിമൂവ് ചെയ്യാന്നൊക്കെ. എനിക്കെന്തോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാനിപ്പോൾ പഠിച്ചു ഗൈസ്. ഇപ്പം ഞാൻ ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ ഗ്ലാസ്സസ് ആണ് വെക്കാറ്. ലെങ്സ് ഞാൻ ഒക്കേഷൻസിന് പോകുമ്പോൾ മാത്രമേ, അതായത് ഈവൻ ഞാൻ ഒക്കേഷൻസിന് പോയിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരണമെങ്കിലും ഞാൻ ഗ്ലാസ് കയ്യിൽ കരുതാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ലെങ്സ് കോമഡി കഥകൾ. ഇങ്ങനത്തെ പല പല കഥകൾ നിങ്ങൾക്കും ഉണ്ടാവും. ലെങ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഇൻസിഡൻസസ് ഒക്കെ നടന്നിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ച് ചിരിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഹോപ്പ് യു ആർ ലൈക്ഡ് ഇറ്റ്. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത ഇയർ എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ. എല്ലാ അടിപൊളി കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കട്ടെ. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ.